ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി മട്ടൻ ബിരിയാണിയാണ്. ഹൈദരാബാദി സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ബിരിയാണി. അപ്പോൾ ഈ ടേസ്റ്റി ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ റൈസ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2.5 ഗ്ലാസ് അരി നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് മട്ടൻ ഒന്ന് മസാലയെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് 3 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് സവാള ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാള നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒന്ന് മട്ടനിൽ മസാലയെല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മട്ടനിലെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലൊന്ന് 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ച്, കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. മട്ടയിൽ നിന്ന് വെള്ളം ഊറി വരുന്നതാണ്. അതുകൊണ്ടൊരല്പം ആ പാത്രം മാത്രം ഒന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 5 വിസിൽ വരുന്നവരെ ഈ മട്ടനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മട്ടൻ വേകും. അല്ലെങ്കിൽ മട്ടൻ വേവ് കൂടുതലായതുകൊണ്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ കുക്കറിലൊന്ന് വേവിച്ചിട്ട് നമുക്ക് പിന്നെ ദമ്മാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഒരല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ 2ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം വെള്ളം ഒന്ന് ആ പാത്രം തന്നെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന ആ എണ്ണ ആയിട്ടുള്ള ആ കുറച്ച് ഗ്രേവി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മട്ടൻ ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം ആ ഗ്രേവി മട്ടൻ കറി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് കുറച്ചും കൂടെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകും ഒരല്പം മല്ലിയിലയും നെയ്യും ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റൈസായി കിട്ടും. ഒരു 50% നമുക്ക് റൈസ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. കാരണം ബാക്കി അരമണിക്കൂർ നമുക്ക് ദമ്മിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ മട്ടൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ റൈസും കൂടെ ഇട്ട് ഇതിൻ്റെ മുകളിലിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാറുണ്ട്. കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ്.
ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഊറ്റി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അടിയിൽ നമുക്ക് ആ മട്ടൻ്റെ ഗ്രേവിയും മുകളിൽ ഈ റൈസും ഫുള്ളായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാ റൈസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് എല്ലാം മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ്റെ ഗ്രേവി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരല്പം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ റൈസിന് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള അല്പം മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടിയിട്ടുള്ളത് അല്പം ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല നമുക്ക് ഇതിൻ്റെ മുകളിൽ, അത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്, മുകളിൽ ലാസ്റ്റ് ഒന്ന് അല്പം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഇതിൻ്റെ അടപ്പ് മൂടിയതിന് ശേഷം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യുമ്പോൾ നേരിട്ട് നമുക്ക് ഗ്യാസിൽ ഡയറക്റ്റ് വെച്ച് ദം ചെയ്യാൻ പാടില്ല. അടിയിലൊരു ബേസ് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു ബിരിയാണിയുടെ ദം നമുക്ക് മുകളിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോഴേ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സൈഡിൽ നിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് മട്ടൻ ബിരിയാണി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മട്ടൻ ബിരിയാണി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ഒരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.